ലേൺ ഫോർ പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് 2021 ഒക്ടോബറിൽ നടന്ന LDC എക്സ് സർവീസ്മെന്റിന്റെ ചോദ്യപേപ്പറിലെ കണക്കിലെ 10 ചോദ്യങ്ങളും അവിടെ വിശകലനമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം: വർഷത്തിൽ കൂട്ടുപലിശ നൽകുന്ന ഒരു ബാങ്കിൽ ഒരാൾ 2000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ തുക 2205 ആയി. എങ്കിൽ പലിശ നിരക്ക് എത്ര എന്ന ചോദ്യം. ഓക്കെ, ഒരു 2000 രൂപ നിക്ഷേപിച്ചു, തുകന്റെ 2205 ആയി. എത്രയുണ്ട്? 2 വർഷമുണ്ട്. ഓക്കെ, 2 വർഷം കൊണ്ട് 2205 ആയി. എങ്കിൽ പലിശ നിരക്ക് എത്രയാണ് ചോദ്യം. ഈ ചോദ്യം SCRT പാഠപുസ്തകത്തില് 8ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള ഒരു ചോദ്യമാണ്. ആ ക്വസ്റ്റ്യൻ അതുപോലെ എടുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം കൂട്ടുപലിശ വരുന്നതാണ്. അറിയാലോടാ, A is equal to ഇക്വേഷൻ P into 1 plus 6/100 raised to n. ഓക്കെ, A എന്ന് പറയുമ്പോൾ എന്താണ്ടാ, എത്ര വർഷത്തേക്ക് കിട്ടുന്നത്? ആ വർഷമായിട്ട് കിട്ടുന്നത് എമൗണ്ട്. ഓക്കെ, പലിശ അല്ല, എമൗണ്ട് ആണ് പറയണ്ടോ. ഓക്കെ, P എന്ന് പറയുമ്പോ നമ്മൾ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ആ തുക പറയണ്ടോ. 6 എന്ന് പറയുമ്പോ പലിശ നിരക്ക്, n എന്ന് പറയുമ്പോ എത്ര വർഷത്തേക്കാണ് ഇടുന്നത് അത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് A തന്നിട്ടുണ്ട്. എത്ര എന്താ A സമയം എത്ര? 2205 അല്ലേ. ഓക്കെ, ആ 2 വർഷം കൊണ്ട് തുക 2205 ആയല്ലോ. അപ്പൊ A എത്ര? 2205. P ഓടെ P 2000 അല്ലേ. 2000 രൂപ നിക്ഷേപിച്ചത്. അപ്പൊ P അറിയാം. ഓക്കെ, എന്നോ എന്ന് പറയുമ്പോ 2 വർഷത്തേക്ക് നിക്ഷേപിച്ചത്. അപ്പോ N 2. ഓക്കെ, ഇപ്പൊ കണ്ടുപിടിക്കേണ്ടത് 6 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏതാ ഇക്വേഷൻ കൊടുക്കണേ. A എന്ന് പറയുമ്പോ 2205 ആണ്. സമം P എന്ന് പറയുമ്പോ എത്ര? 2000 ഇൻറ്റു 1 പ്ലസ് 6 അറിയത്തില്ല ബൈ 100 എന്ന് പറയുമ്പോ എത്ര? 2. ഓക്കെ, ഇവിടെ സ്കോർ നിൽക്കാൻ നിൽക്കരുത്. ഈ 2000 എന്ത് ചെയ്യാ, നേരെ ഇപ്പുറത്ത് കൊണ്ടുവരണേ. 2205 ഭാഗം 2000 സമം 1 പ്ലസ് 6 ബൈ 100 റൈസ് ടു 2. ഓക്കെ, ആണല്ലോ. ഞാൻ പഠിച്ചാണ്. ഓക്കെ, 2000 2205 ഞാൻ 5 കൊണ്ട് ഭാഗിക്കുകയാണ്. ഓക്കെ, 25 4 പ്രാവശ്യം. ഓക്കെ, പൂർണ്ണമായിട്ട് പോയല്ലോ. ബാക്കി 2 0 കൊടുത്തു. 2205 22 4 5 20 ആണ്. 2 ഷിഫ്റ്റ് ഉണ്ട്. 20 പിന്നെയും എത്ര? 4 പ്രാവശ്യം. 5 1 പ്രാവശ്യം. ഓക്കെ, ആണല്ലോ. ഇവിടെ 1 പ്ലസ് 6/100 അതിന്റെ സ്കോറിൽ കിടക്കുന്നത് ആണല്ലോ. ഇവിടെ സ്കോർ ആണെങ്കിൽ ഇപ്പുറത്ത് എന്തെടുക്കില്ല, റൂട്ട് അങ്ങ് എടുക്കുക പറയണ്ടോ. അപ്പൊ നമുക്ക് 1 പ്ലസ് 6/100 സമം നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 441 അല്ലേ. ഇവിടെ സ്ക്വയർ ആണ്, ഇപ്പുറത്തെ എന്താകും? റൂട്ട് ആകും. ഓക്കെ, സ്കോർ എടുക്കുക. 441 എന്ന് പറയുമ്പോ 21ന്റെ സ്കോർ ആണ് കേട്ടോ. ബൈ 400 എന്ന് പറയുമ്പോ 20ന്റെ സ്കോർ ആണ്. ഓക്കെ ആണോ? ഓക്കെ, ഇതിലൊന്ന് 6/100 എന്ത് ചെയ്യാം? ഈ 1 നേരെ അപ്പുറത്ത് കൊണ്ടുപോകണം. ഓക്കെ, 21/20 മൈനസ് എത്ര? 1. ഓക്കെ, അത് 6/100 സമം എന്ത് ചെയ്യടാ, ഒന്ന് ക്രോസ് ചെയ്യാൻ മതി. ഓക്കെ, 21 മൈനസ് 20 എത്ര? 20/20. ഓക്കെ, ഛേദം അതുപോലെ കൊടുക്കുക. 6/100 സമയത്തിടും. ഇവിടെ മൈനസ് എത്ര? 1/20 കിട്ടും. ഓക്കെ, ഭാഗ്യ 0 0 വെട്ടി 2ഉം 10ഉം 5 പ്രാവശ്യം. 6 സമയം കിട്ടും. 5 സമയം അപ്പുറത്ത് പോകുമ്പോ 1 × 5 എത്ര? 5 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, നമ്മൾ ഇക്വേഷൻ കൊടുക്കുക. ഓക്കെ, ബാക്കി എന്ത് കാൽക്കുലേഷൻ ആണ്. ഓക്കെ, ഇവിടെ സ്ക്വയർ നടക്കാൻ നിൽക്കരുത്. ജസ്റ്റ് എന്ത് ചെയ്യാ, വെട്ടിച്ചത് എന്ത് ചെയ്യാ, ഇപ്പുറത്ത് എന്ത് ചെയ്യാ, റൂട്ട് എടുക്കുക ചെയ്യുക. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോ 2000 രൂപ 2205 എന്ന് പറഞ്ഞല്ലോ. 2 വർഷം കൊണ്ട് എത്രയായി? 2205 ആയി ആണല്ലോ. ഓക്കെ, അപ്പൊ പലിശ ഇനത്തില് 205 രൂപ എന്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പലിശയുടെ 205 രൂപ കിട്ടിയിട്ടുണ്ട് അല്ലോ. ഈ 5 മാറ്റി നിർത്തിയാൽ 200 അല്ലേ. 200ഉം 5ഉം ആണ് ആണല്ലോ. ഓക്കെ, സാധാരണ പലിശ ഇനത്തില് ഇപ്പോ പലിശ എന്തായിരിക്കും? ഇപ്പം എല്ലാ വർഷവും തുല്യമായിട്ട് കിട്ടുന്നത് ആണല്ലോ. ഓക്കെ, പക്ഷെ കൂട്ടുപലിശ എടുത്താൽ ആദ്യം 1 വർഷം പലിശ കിട്ടും. അതെന്ത് ചെയ്യും? ആ പലിശ കിട്ടും ആണല്ലോ. ഇവിടെ 200 രൂപയുണ്ട്. ഞാനേ അതുണ്ട്
2 വർഷത്തേക്ക് ആക്കുകയാണ്. ഓക്കെ, ആദ്യത്തെ വർഷം 100 രൂപ, രണ്ടാമത്തെ വർഷവും 100 പ്ലസ് എത്ര രൂപ കിട്ടി? 5 കൂടെ കിട്ടി അല്ലേ? ഓക്കെ, 205 ആയിരുന്നു, 5 സെപ്പറേറ്റ് 200 എത്ര? 2 വർഷം കൊണ്ട് 100 100ആയി. ഓക്കെ, പ്ലസ് എത്ര? 5 കൂടെ കിട്ടി. ഓക്കെ, അതായത് ഇവിടെ എന്താ ഈ പലിശയുടെ വീണ്ടും കിട്ടുന്നത് പ്രധാന വീഡിയോ. ഓക്കെ, ഈ 100 ആദ്യത്തെ വർഷം 100 രൂപ പലിശ കിട്ടി, അതിന് എത്ര ശതമാനം ഉള്ളത് അത്രയും ശതമാനം ചെയ്യുമ്പോഴാണ് വീണ്ടും ഈ 5 കിട്ടുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോ ഈ 100ന്റെ എത്ര ശതമാനമാണ് ഈ 5 നോക്കിയാൽ മാത്രം മതി. 5/100 ശതമാനത്തിന് വേണ്ടി എന്ത് ചെയ്യുക? ഇൻറ്റു 100 കൊടുക്കുക, പിടിച്ചുകൊണ്ട് എന്തിനു കിട്ടും? 5ന് കിട്ടും. അങ്ങനെ എന്ത് ചെയ്യാം? ലോജിക്ക് വെച്ച് എടുക്കാം. ഓക്കെ, അതായത് സാധാരണ പലിശയില് എപ്പോഴും എന്താ പലിശ സെയിം ആയിരിക്കും. ഓക്കെ, എന്നാൽ കൂട്ടുപലിശ ആകുമ്പോഴോ ആദ്യ വർഷം എന്തായിരിക്കുക? പലിശ കിട്ടും. ഓക്കെ, അതിന്റെ പലിശ എന്ത് ചെയ്യും? അത് പിന്നെയും കൂടുതലായി കിട്ടും. ഓക്കെ, സാധാരണ പലിശ ആയിരുന്നാലും കൂട്ടുപലിശ ആയിരുന്നാലും ആദ്യത്തെ വർഷം കിട്ടുന്ന പലിശയ്ക്ക് മാറ്റമില്ല, സെയിം ആണ്. ഓക്കെ, രണ്ടാമത്തെ വർഷം വരുമ്പോഴേ വ്യത്യാസം വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ കൊല്ലം ആകുമ്പോൾ എന്ത് ചെയ്യും? ആ ആദ്യം കിട്ടിയല്ലോ, ആദ്യ വർഷത്തിന്റെ പലിശയുടെ എത്ര ശതമാനം വരുന്നു അവിടെ എന്ത് ചെയ്യും? പലിശ പിന്നെയും കിട്ടും. ഓക്കെ, ഇവിടെ ആദ്യത്തെ വർഷം 100 ആയിരുന്നു, രണ്ടാമത്തെ വർഷം എത്ര? പിന്നെയും 100 ആവും. ഓക്കെ, നമുക്ക് കൂട്ടുപലിശ ആയതുകൊണ്ട് എന്ത് ചെയ്യും? ആദ്യത്തെ വർഷത്തിന്റെ എത്ര ശതമാനം പലിശ കണക്കാക്കുന്നത് അത്രയും ശതമാനം എന്ത് ചെയ്യും? നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ, അപ്പൊ ആ 100ന്റെ എത്രയോ ശതമാനം കൂടെ നമുക്ക് വീണ്ടും പലിശ കിട്ടാൻ. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ 5 രൂപയാണ് കൂട്ടി കിട്ടിയത്, അത് 100ന് എത്ര ശതമാനം നോക്കിയാൽ മതി. ഓക്കെ, 5 അങ്ങനെയും ചെയ്യാം, ഇക്വേഷൻ വേണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, ക്ലിയർ ആയി? അടുത്ത ചോദ്യം, ഒരു സമചതുരത്തിന്റെ വികരണം 12 സെന്റിമീറ്റർ ആയാൽ അതിന്റെ പരപ്പളവ് എത്ര ആണ്? ഓക്കെ, ഒരു സമചതുരത്തിന്റെ വികരണം 12 സെന്റിമീറ്റർ ആയാൽ അതിന്റെ പരപ്പളവ് എത്രയാണ് ചോദ്യം. ഓക്കെ, ഇവിടെ വികരണം ഡി തന്നിട്ട് എത്ര? 12 സെന്റിമീറ്റർ. ഡി എന്ന് എടുക്കണം വികരണം. ഓക്കെ, അങ്ങനെ ആയാൽ വികരണം അറിയാൻ വേണ്ടി പരപ്പളവ് കണ്ടുപിടിക്കാൻ വേണ്ടി ആ വികരണത്തിന്റെ വർഗം എടുക്കുക, അതിന്റെ പകുതി എടുക്കുക. പറയണ്ടോ? ഓക്കെ, അത് a=d²/2 ആയിരിക്കും പരപ്പളവ് എന്ന് പറയണ്ടോ? ഓക്കെ, വികരണം അറിയാമെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? വർഗം എടുക്കുക, പകുതി എടുക്കുക, സമം 12ന്റെ വർഗം ബൈ 2. ഓക്കെ, എത്ര? 144/2 സമം എത്ര? ആൻസർ 72. ഓക്കെ, അപ്പൊ വികരണം അറിയാമെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? വർഗം എടുക്കുക, പകുതി എടുക്കുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യുക? അപ്പൊ വികരണം 12 സെന്റിമീറ്റർ അല്ലേ ആണല്ലോ, അതിന് പകുതി എടുക്കുക, 6 കൊണ്ടെന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. ഓക്കെ, അപ്പോഴും കിട്ടും ആൻസർ. ഓക്കെ, വികരണത്തിന്റെ പകുതി എടുക്കുക, എന്ത് ചെയ്യാ? കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഓക്കെ, ആ പകുതി കൊണ്ട് ഇൻറ്റു ചെയ്യുക, ആൻസർ കിട്ടും. ഓക്കെ, എങ്കിലും എന്ത് ചെയ്യുക? ഇക്വേഷൻ പഠിച്ചു വെച്ച് ചെയ്യാം കേട്ടോ. a=d²/2 ആണ്. ഓക്കെ, എത്ര കിട്ടും? 12²/2 സമം എത്ര? 144/2 സമം എത്ര? 72. ഓക്കെ, പഠിച്ചു വെച്ചിരിക്കുക. ഇതിന്റെ കൂടെ a=d²/2 ആണല്ലോ. ഓക്കെ, അതിന്റെ കൂടെ തന്നെ ഒരു വശം അറിയാമെങ്കിൽ, ഒരു വശം a ആണെങ്കിൽ പരപ്പളവ് അറിയാലോ. a ചെറിയ എടുക്കണേ, a² ആണ്. ഓക്കെ, നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ് അല്ലോ. ഒരു വശം അറിയാമെങ്കിൽ പരപ്പളവ് a² ആണെങ്കിൽ സൈഡിന് സൈഡ് ആണല്ലോ. ഓക്കെ, അത് പോയിട്ട് ഡി സമം, അത് സമചതുരത്തിന്റെ ഒരു വികരണം. ഓക്കെ, വികരണം ഡി ആയാൽ ഒരു വശം a എന്ന് എടുക്കുകയാണെങ്കിൽ a√2 ആയിരിക്കും കേട്ടോ. d സമം a√2 ആയിരിക്കും. ഓക്കെ ആണോ? ഒരു വശം അറിയാമെങ്കിൽ വികരണം എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? a√2 ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ √2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അതായത് 10 സെന്റിമീറ്റർ ഒരു വശമെങ്കിൽ അത് വികരണം എന്തായിരിക്കും? 10√2 ആയിരിക്കും. ഓക്കെ, 8 സെന്റിമീറ്റർ ആണെങ്കിൽ 8√2 ആയിരിക്കും. ഓക്കെ, അപ്പൊ 8√2 ആണ് ഒരു വശമെങ്കിൽ എന്ത് ചെയ്യാം? √2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. പറയട്ടോ, 8√2 ഇൻറ്റു √2. അപ്പൊ ഒരു വശം 8√2 എന്ന് ചോദിച്ചോ, ഒരു വശമാണ്. ഒരു വശം 8√2 ആണെങ്കിൽ അതിന്റെ വികരണം ചോദിക്കാൻ എന്ത് ചെയ്യാം? ഇൻറ്റു √2 ചെയ്യാം. പറയട്ടോ, ഇപ്പൊ 8 ഇൻറ്റു എത്ര കിട്ടും? √2 ഇൻറ്റു √2 എത്ര? 2 സമയം എത്ര? 16 കിട്ടും കേട്ടോ വികരണം. ഓക്കെ, അതായത് വശം എത്രയാണോ വരുന്നത് ഇൻറ്റു √2 ചെയ്യാം, വികരണം കിട്ടും. ഓക്കെ, ഒരെണ്ണം കൂടെ a സമം എന്താ? d ബൈ എന്താ? √2. ഓക്കെ, ഈ √2 ഇപ്പുറത്തോണ്ട് വരാം. പറയണ്ടോ, a സമം d ബൈ √2 ആയിരിക്കും. ഓക്കെ, ഇത് മൂന്നും പഠിച്ചു വെച്ചാം. ഓക്കെ, ഇത് നമുക്കറിയാം. അറിവുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? പഠിച്ചു വെച്ചാൽ വേണ്ട. ഓക്കെ, അപ്പൊ ഈക്വേഷൻ പഠിച്ചു വെച്ചിട്ട് ഇമ്പോർട്ടന്റ് ആണ്, ആവശ്യം. അടുത്ത ചോദ്യം, ഒരു പരീക്ഷയിൽ ഹാജരായവരിൽ 49.3% കുട്ടികൾ വിജയിച്ചു. ജയിച്ചവരുടെ എണ്ണം 23,128 ആയാൽ ഏകദേശം എത്ര കുട്ടികൾ പരീക്ഷ എഴുതിയതാണ്? ഓക്കെ, അപ്പോ
പരീക്ഷയിൽ ഹാജരായ കുട്ടികൾ 49.3% പേര് വിജയിച്ചു. ഓക്കെ, ആ ജയിച്ചവരുടെ എണ്ണം ഉണ്ട് എത്ര? 23,128. അങ്ങനെ ആയാൽ എത്ര കുട്ടികൾ പരീക്ഷ എഴുതിയതാണ്? ഓക്കെ, അപ്പൊ ജയിച്ചവരുടെ ശതമാനമുണ്ട്, എണ്ണവും ഉണ്ട് ആണല്ലോ. ഞാൻ കൊടുക്കുക 49.3% പേരാണല്ലോ. ആ എണ്ണത്തിൽ കണ്ടുള്ള എത്ര? 23,128. നമ്മൾ ചോദിച്ചിട്ട് എന്താ ആകെ അല്ലെങ്കിൽ ഏകദേശം എത്ര കുട്ടികൾ പരീക്ഷ എഴുതുന്നതാണ്. ഓക്കെ, അപ്പൊ മൊത്തം പരീക്ഷ കുട്ടികൾ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളതല്ലോ. അതുപോലെ 100% എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത് ആണല്ലോ. 49.3% ഉണ്ട് എത്ര? 23,128 ആണല്ലോ. ആകെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ 100% ഒന്ന് എടുത്തു. ഓക്കെ, എന്ത് ചെയ്യണമെന്ന് ക്രോസ് ചെയ്യാം കേട്ടോ. 23,128 ഇൻറ്റു എന്ത് ചെയ്യാം? ഇത് രണ്ടും. ഓക്കെ, ഇൻറ്റു 100. ഈ ചോദ്യത്തിന് നേരെയുള്ള എന്ത് ചെയ്യാം? ഡിവൈഡ് ബൈ താഴെ കൊടുക്കുക 49.3. ഓക്കെ, ഇവിടെ പോയിന്റ് മാറ്റാൻ വേണ്ടി എന്ത് ഞാൻ ഒരു 10 കൊണ്ട് മുകളിലും താഴെ ഇൻറ്റു ചെയ്തു. ഓക്കെ, അപ്പോ 23,128 എത്ര പൂജ്യം ഉണ്ടാ? 3 പൂജ്യം ഉണ്ട്. ഓക്കെ, ബൈ ഇവിടെ എന്ത് ചെയ്തു? ഇൻറ്റു 10 അല്ലേ? ഒരു സ്ഥലം മാറി പോയിന്റ് മാറി എന്തായി? 493 ജസ്റ്റ് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. 23,128 ബൈ 493. ഓക്കെ, 3 പൂജ്യം ഉണ്ട്. ഓക്കെ, ഡിവൈഡ് ചെയ്യാം. ആദ്യം 231 പോകത്തില്ല. അതുകൊണ്ട് 2,312 എടുക്കണം. ഓക്കെ, ഇവിടെ എല്ലാ സംഖ്യയും 4 വെച്ച് തുടങ്ങുന്നത് ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് 4 വെച്ച് എന്ത് ചെയ്യാം? ആദ്യം എഴുതാം. ഓക്കെ, ഓക്കെ, ഓപ്ഷനിൽ 4 വെച്ച് തുടങ്ങുന്നത്. അവിടെ 4 ഞാൻ എടുത്തു. 4 3 12. 1 ഷിഫ്റ്റ് കൊണ്ട് 9 4 36 ആണല്ലോ. 36 37. ഓക്കെ, 3 ഷിഫ്റ്റം 4 16 16 3 19. ഓക്കെ, 4 കൊണ്ട് ചെയ്തു. ഇനി കുറയ്ക്കുക. 2 2 വെച്ച 0. അത് 1 പോകത്തില്ലല്ലോ. 11 7 വെച്ച 4. ഓക്കെ, ബാക്കി ഇവിടെ 2 ഉള്ളൂ. 2 പോകത്തില്ല ആണല്ലോ. 12 9 വെച്ച 3. ഓക്കെ, 12 9 വെച്ച 3. ഓക്കെ, ബാക്കി ഇവിടെ ഒന്നല്ലേ ഉള്ളൂ. 1 1 വെച്ച 0. ഓക്കെ, അപ്പൊ 340 നേടി. ഓക്കെ, കുറച്ച് എഴുതുക. അടുത്ത സംഖ്യ താഴോട്ട് എടുക്കുക. 8. 3,408 ആയാലോ. ഇതിൽ എത്ര പ്രാവശ്യം പോകും നോക്കുക. ഓക്കെ, ഇവിടെ 6 പ്രാവശ്യം പോവേ. ഞാൻ 6 കൊടുക്കുകയാണ്. ഓക്കെ, 6 6 3 18. ഓക്കെ, 1 ഷിഫ്റ്റ് കൊണ്ട് 6 54 ഒന്നും 55. 5 ഷിഫ്റ്റം 6 24 5 എത്ര? 29. ഓക്കെ, കുറയ്ക്കുക. 8 8 0. ഇവിടെ 0 ഇടായി 10. 10 5 കുറയ്ക്കുമ്പോൾ എത്ര? 5. ബാക്കിയുടെ 3 ഉള്ളൂ. 3 9 കുറയ്ക്കാൻ പറ്റില്ല ആണല്ലോ. 13 ആയി. 13 9 കുറച്ച് എത്ര? 4. ഓക്കെ, അതെന്ത് ചെയ്യാ? 0 പിന്നെ നാട്ടെടുക്കാം. 4,500 ആണല്ലോ. എവിടെയും പൂർണ്ണമായിട്ട് പോകത്തില്ല ആണല്ലോ. ഓക്കെ, ഇവിടെ ഈ ഓപ്ഷനില് 46 വരുന്നത് ഏകടാ 2 സംഖ്യകളേ ഉള്ളൂ ആണല്ലോ. ഓക്കെ, 46,913 46,000 ആണല്ലോ. ഓക്കെ, ഉറപ്പായിട്ടും 46,000 വരത്തില്ല. വരൂ? ഇല്ല. ഇവിടെ എന്താ 4,500 കിടക്കുന്നത്. ഓക്കെ, നമ്മൾ എന്താ ഏകദേശം 9 പ്രാവശ്യം പോകും പറയട്ടോ. നോക്കുകയാണെങ്കിൽ ഓക്കെ, 9 പ്രാവശ്യം പോകും. ഓക്കെ, ഇതിന് ഏകദേശം അടുപ്പിച്ചു വരും പറയട്ടോ. ഓക്കെ, അവിടെ 46,000 ഉറപ്പായിട്ട് വരത്തില്ല പറയട്ടോ. ഓക്കെ, നിങ്ങൾ പരിശീലിക്കുമ്പോ മൊത്തം ചേർന്ന് നിൽക്കല് പറയട്ടോ. കാരണം നമുക്ക് ഇത് സമയം കളയിക്കാൻ വേണ്ടി താഴത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് അവിടെ മാക്സിമം ആ ഓപ്ഷൻ എടുക്കുന്ന ചെയ്യാൻ നോക്കുക പറയട്ടോ. ഓക്കെ, ഇവിടെ 46 ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് നോക്കേണ്ട കാര്യമില്ല പറയട്ടോ. 46,913 നിങ്ങൾ വായിച്ചാലും ഏകദേശം ഇതിനെ കിട്ടും പറയട്ടോ. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? 49.3% എടുത്തത് നല്ലോ. എണ്ണം എത്ര? 23,128 ഉണ്ട്. ശതമാനമുണ്ട്, എണ്ണമുണ്ട്. അവിടെ ചോദിച്ചുള്ള ആകെ എണ്ണമാണല്ലോ. ഓക്കെ, അപ്പൊ ആകെ എന്ന് പറയുന്നത് ശതമാനത്തിൽ എത്ര? 100%. ഓക്കെ, അപ്പൊ 100%. ഓക്കെ, അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. ക്രോസ് ചെയ്യാം. 100 × 23,128 ബൈ ചോദ്യത്തിന് നേരെയുള്ള 49.3 എന്ത് ചെയ്യാ? താഴെ കൊടുക്കുക. പോയിന്റ് മാറ്റാൻ വേണ്ടി 10 കൊണ്ട് മൂലം ഇൻറ്റു ചെയ്തു. ഓക്കെ, എഴുതി 5 ആയി. ഓക്കെ, ഇവിടെ 46 9 സമയം വരും. ഓക്കെ, മൊത്തം ചേർന്ന് നിക്കല് പറയണ്ടോ. എന്ത് ചെയ്യാ? അതനുസരിച്ച് ഓപ്ഷൻ എടുക്കുക. ബാറ്റ് പറയണ്ടോ. 46,913 ഇതായിരുന്നു ആൻസർ. ഓക്കെ,
അടുത്ത ചോദ്യം, 150 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 2 കിലോമീറ്റർ വേഗത സഞ്ചരിക്കുന്ന ഒരാളെ കടന്നു പോകാൻ 10 സെക്കൻഡ് സമയം എടുത്തു. എങ്കിൽ ട്രെയിനിന്റെ വേഗത എന്താണ് ചോദ്യം. ഓക്കെ, 150 മീറ്റർ നീളമുള്ള ട്രെയിൻ 2 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരാളെ കടന്നു പോകാൻ 10 സെക്കൻഡ് സമയം എടുത്തു. എങ്കിൽ ട്രെയിനിന്റെ വേഗത എന്നതാണ് ചോദ്യം. ചോദ്യം പ്രശ്നമുണ്ട്. സാധാരണ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോ അവിടെ ദിശ കൂടെ എന്ത് ചെയ്യും, തന്നിരിക്കും. ഇപ്പൊ രണ്ട് വസ്തുക്കൾ എന്ത് ചെയ്യുന്നു, രണ്ടും ഒന്നുകിൽ ഒരേ ദിശ സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ രണ്ടും വിപരീത ദിശ സഞ്ചരിക്കുന്നു തന്നിരിക്കും. ഇവിടെ ആ ദിശ എന്തില്ല, അവിടെ തന്നിട്ടില്ല. ഓക്കെ, അപ്പോ അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് രണ്ട് ഉത്തരം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഓർമ്മിക്കേണ്ടത് രണ്ട് വസ്തുക്കൾ ഇപ്പോ ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, രണ്ട് വസ്തുക്കൾ ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവിടെ വേഗത എന്ത് ചെയ്യുക, കുറയ്ക്കുക. പറയട്ടോ, രണ്ട് വസ്തുക്കൾ ഒരേ ദിശയിലാണെങ്കിൽ വേഗത കുറയ്ക്കുക. ഓക്കെ, രണ്ടും വിപരീത ദിശയാണെങ്കിൽ എന്ത് ചെയ്യുക, രണ്ടും വിപരീത ദിശയാണെങ്കിൽ എന്ത് ചെയ്യുക, വേഗത കൂട്ടുക. രണ്ടും വിപരീത ദിശയാണെങ്കിൽ വേഗത കൂട്ടുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ദിശ തന്നിട്ടില്ല. ഓക്കെ, ഞാൻ ഒരേ ദിശ വെച്ചാൽ എടുത്തു പോവാണ്. ഓക്കെ, അപ്പൊ ഇവിടെ 150 മീറ്റർ നീളം, ആ ട്രെയിനിന്റെ നീളം എത്ര, 150 മീറ്റർ. ഓക്കെ, വേഗത 2 കിലോമീറ്റർ പെർ അവർ അല്ലേ, സമയം എത്ര, 10 സെക്കൻഡ് പറഞ്ഞു. ഓക്കെ ആണല്ലോ, ഞാൻ ട്രെയിനിന്റെ വേഗത എക്സ് എന്ന് എടുത്തു. ട്രെയിനിന്റെ വേഗത x കിലോമീറ്റർ പെർ അവർ എടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ രണ്ടും ഒരേ ദിശയിലായതുകൊണ്ട് അവിടെ ആളുടെ വേഗത 2 കിലോമീറ്റർ പെർ അവർ അല്ലേ, ആണല്ലോ, ഒരേ ദിശയിലായതുകൊണ്ട് എന്ത് ചെയ്യുക, അവിടെ കുറയ്ക്കുക. കുറയ്ക്കുക. ഇത് എക്സ് മൈനസ് 2 കിട്ടി. അത് കിലോമീറ്റർ പെർ അവറിലാണ്, ആണല്ലോ, കിലോമീറ്റർ പെർ അവർ. ഓക്കെ, ഇവിടെ നീളം നോക്കുക, ട്രെയിനിന്റെ നീളം മീറ്ററിലും ഇവിടെ സമയം എത്ര, സെക്കൻഡിലാണ്, ആണല്ലോ, മീറ്റർ ഇവിടെ സെക്കൻഡ് ആണ്. ഓക്കെ, എന്നാൽ ഇവിടെ കിലോമീറ്റർ പെർ അവർ അല്ലേ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഞാൻ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, 5/18 കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യുക. ഓക്കെ, കിലോമീറ്റർ പെർ അവറിനെ എന്തിലോട്ട്, മീറ്റർ പെർ സെക്കൻഡിലോട്ട് ആക്കാൻ വേണ്ടി 5/18 കൊണ്ട് എന്ത് ചെയ്യുക, ഇൻഡ്യൂ ചെയ്യുക. ഓക്കെ, അതേപോലെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, തിരിച്ച് 18/5 കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യുക. ഓക്കെ, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, 5/18 കൊണ്ട്, മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, 18/5 കൊണ്ട് എന്ത് ചെയ്യുക, ഇൻഡ്യൂസ് ചെയ്യുക. ഓക്കെ, മാർക്ക് പോയത് ഇവിടെ വലുതിനെ ചെറുതിലോട്ടാണ്. ഓക്കെ, അപ്പൊ ചെറിയ സംഖ്യ എന്ത് ചെയ്യുക, മുകളിലുണ്ട്. ഓക്കെ, തിരിഞ്ഞു പോയത് ഇവിടെ ചെറിയ വലുതിലോട്ടാണ് ആക്കുന്നത്, അപ്പൊ വലിയ സംഖ്യ മുകളിലുണ്ട്. ഓക്കെ, അങ്ങനെ ഓർമ്മിച്ചോ, ഇല്ലെങ്കിൽ മാർക്ക് പോകും. പറയട്ടോ. ഓക്കെ, ഇവിടെ വേഗത ട്രെയിനിന്റെ എക്സ് എടുത്തു, ആളുടെ 2 അല്ലേ, അപ്പൊ എന്ത് ഇവിടെ ആപേക്ഷിക വേഗത എക്സ് മൈനസ് 2 ആണ്. ഓക്കെ, അതിന് എന്ത് ചെയ്തു, മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ വേണ്ടി 5/18 കൊടുത്തു. ഓക്കെ, ഇവിടെ ആകെ ദൂരം, ഇവിടെ ട്രെയിനിന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. കേട്ടോ, ഇപ്പൊ 2 ട്രെയിൻ വിചാരിക്കാം, ഒന്ന് 150 ഒന്ന് 100 ആണെങ്കിൽ അവിടെ ആകെ വേഗത എടുക്കുക. പറഞ്ഞോ. ഓക്കെ, അപ്പൊ ഇവിടെ ട്രെയിനിന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലോ, ഒരാളല്ലേ, ദൂരം ഇല്ല. ഓക്കെ, നീളമില്ല, അതുകൊണ്ട് എന്ത് ചെയ്യുക, ട്രെയിനിന്റെ ദൂരം എത്ര, 150 മീറ്റർ ആണ്, ആണല്ലോ. സമയം എന്ന് പറയുമ്പോ T=D/S അല്ലേ, നമ്മളെ ബേസിക് ഫോർമുല. ഓക്കെ, സമയം എന്ന് പറയുമ്പോൾ ദൂരം ഭാഗം എന്താ, വേഗതയാണ്. ഓക്കെ, ദൂരം ഭാഗം വേഗതയാണ്. ഓക്കെ, അപ്പൊ ദൂരം 150 വേഗത എക്സ് മൈനസ് 2 ഇൻറ്റു എത്ര, 5/18 സമം എത്ര ഉണ്ട്, 10 സെക്കൻഡ് എന്നുണ്ട്. ഓക്കെ, ബാക്കി 150 എക്സ് മൈനസ് 2 ഇൻറ്റു എത്ര വരും, ഇവിടെ 5/18 അല്ലേ, തിരിച്ചിടുക കേട്ടോ, 18 എത്ര വരും, 5 വരും, സമയം എത്ര, 10. ഇവിടെ 5ഉം വെട്ടി 15 എത്ര, 3 പ്രാവശ്യം ഒരു 0 വേണ്ടിട്ട് കൊടുത്തു. ഓക്കെ, 0 എന്ത് ചെയ്തു, വെട്ടിവിടാം. ഓക്കെ, ഇവിടെ ഈ എക്സ് മൈനസ് 2 അപ്പുറത്ത് പോകുമ്പോ എന്താ, ഇവിടെ 3/18 എത്ര, 54 എന്നുണ്ട്, സമം ഇവിടെ എക്സ് മൈനസ് 2 അപ്പുറത്ത് കൊണ്ടുപോവാ, എന്നിട്ടും 1 × എക്സ് മൈനസ് 2 എത്രയാണ്, എക്സ് മൈനസ് 2 ആണ്. ഓക്കെ, അന്ന് എക്സ് സമം 54, ഈ മൈനസ് 2 ഇപ്പുറത്ത് വരുമ്പോ എന്താവും, പ്ലസ് ആവുന്നല്ലോ. ഓക്കെ, 54 പ്ലസ് എത്ര, 2 കിട്ടും, സമയം എത്ര, 56. ഓക്കെ, ഈ മൈനസ് 2 ഇപ്പുറത്ത് കൊണ്ടുവന്നു, അപ്പൊ എന്താ, പ്ലസ് 86. ഓക്കെ, അപ്പൊ ഒരാൻസർ എത്ര, 56 വരാം, ആണല്ലോ. ഈ രണ്ടും വിപരീത ദിശയിലാണ്, എന്ത് ചെയ്യണം, ഇവിടെ കൂട്ടണ്ടേ, രണ്ടും വിപരീത ദിശയാണ്, രണ്ടും കൂട്ടണം എന്നല്ല. അപ്പൊ എന്ത് വരും, ഇവിടെ എക്സ് മൈനസ് ഇവിടെ എക്സ് പ്ലസ് 2 എന്ന് വരാം. ഓക്കെ, ഇവിടെ എത്ര, പ്ലസ് 2, ഇവിടെയും പ്ലസ്. ഓക്കെ, അപ്പൊ ഇവിടെ എക്സ് പ്ലസ് 2 ആവും. ഓക്കെ, ഇവിടെ ഈ പ്ലസ് 2 ഇപ്പുറത്ത് വരുമ്പോ എന്താവും, എക്സ് സമം 54
-2 വരും, സമയം എത്ര 52 കിട്ടും. പറയട്ടോ. ഓക്കെ, ഈ ഒരു ആൻസറും വരാം. കാര്യം ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഒരേ ദിശയിലാണ്ട് എന്ത് ചെയ്യാം, കുറച്ച് മൈനസ് ചെയ്യുമല്ലോ. ഓക്കെ, അപ്പൊ 56 കിട്ടും. എന്നാൽ വിപരീത ദിശയാണെങ്കിലോ അവിടെ എന്ത് ചെയ്യാം, അവിടെ വേറെ ഒന്നുമില്ല, കൂട്ടുക. ഓക്കെ, ബാക്കി കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എക്സിറ്റ് എത്ര 52 കിട്ടും. ഓക്കെ, അപ്പൊ 56 വരാം, 52 വരാം. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു ടാങ്ക് അതിന് 3 ഭാഗം വെള്ളം നിറച്ചിരിക്കുന്നു. 5 ലിറ്റർ വെള്ളം ഒഴിച്ചാൽ അതിന്റെ 5ൽ 4 ഭാഗം നിറയുമെങ്കിൽ ടാങ്കിന്റെ യഥാർത്ഥ ശേഷി എത്രയാണ്? ഓക്കെ, ഇപ്പൊ 4-3 ഉണ്ട്. 5 ലിറ്റർ ഒഴിച്ചപ്പോ എന്തായത് 5ൽ 4 ആയെന്നാണ് പറഞ്ഞത് അല്ലോ. അതായത് ഇവിടെ 4-3 ഭാഗമായിട്ട് നേരത്തെ ഉണ്ടായിരുന്നത് അല്ലോ. ഇതിനേക്കാളും 5 ലിറ്റർ കൂടുതലാണെന്ത് ഇവിടെ 5ൽ 4 ഇല്ലേ? അപ്പൊ 4-3 ഭാഗം ഉണ്ടായിരുന്നു. അല്ല 5 ലിറ്റർ ഒഴിച്ചപ്പോ എന്തായത് 5ൽ 4 ആയി ആണല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ ഈ 2 ഭാഗങ്ങളും അല്ലെങ്കിൽ ഈ 2 ഭിന്നസംഖ്യകളുടെ വ്യത്യാസം എത്ര? 5 ലിറ്റർ എന്ന് പറഞ്ഞത് ആണോ? നേരത്തെ 4-3 ഉണ്ടായിരുന്നല്ലോ. 5 ലിറ്റർ കൂടി ഒഴിച്ചപ്പോ ഇതായത് ആണല്ലോ. അപ്പൊ ഇതിനെക്കാട്ട് 5 ലിറ്റർ കൂടുതലാണെന്ന് ഇവിടെ എന്ന് പറഞ്ഞത്. ഓക്കെ, അതായത് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എത്ര? 5 ലിറ്റർ എന്ന് പറഞ്ഞത്. ഓക്കെ, ഞാൻ ആ വ്യത്യാസം എടുക്കണേ. 5ൽ 4 മൈനസ് എത്ര? 4ൽ 3 വ്യത്യാസം എടുക്കുകയാണ്. ഓക്കെ, ക്രോസ് ചെയ്യണം. 4 16 മൈനസ് 5 3 എത്ര? 15 ബൈ 5 × 4 എത്ര? 20. സമയം എത്ര കിട്ടും? 16 മൈനസ് എത്ര? 1/20 കിട്ടും. ഓക്കെ, 1/20. അതായത് ഇവിടെ 5 ലിറ്റർ ഒഴിച്ചപ്പോ എത്ര കൂടി? അവിടെ 20 ഒരു ഭാഗം കൂടിയതാണ്. ഓക്കെ, 5 ലിറ്റർ ഒഴിച്ചപ്പോ 20 ഒരു ഭാഗം ഇവിടെ കൂടിയതാണ്. നമുക്ക് വേണ്ട ടാങ്കിന്റെ മൊത്തം സംഭരണ ശേഷിയാണ്. ഓക്കെ, ഇവിടെ ഇപ്പൊ 20 ഒരു ഭാഗം ഉണ്ടാവുള്ളൂ. ടാങ്ക് മൊത്തം നിറയണമെങ്കിൽ 20 നിറയണ്ടേ? ഇല്ലടേ, ഇവിടെ ഇപ്പൊ 20 ഒന്നും ഉണ്ടല്ലോ. ടാങ്ക് മൊത്തം നിറയണമെങ്കിൽ 20 ഭാഗം ചെയ്യണം, അവിടെ നിറയണം ആണല്ലോ. ഓക്കെ, അവിടെ എന്ത് ചെയ്യാൻ മതി? അവിടെ ഈ 1/20 എന്ന് പറയുമ്പോ എത്ര? 5 ലിറ്റർ അല്ലേ ആണല്ലോ. 20 ഭാഗം നിറയണമെങ്കിൽ എന്ത് ചെയ്യണോടാ? ഇൻറ്റു 20 ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഇവിടെ 5 ലിറ്റർ ഉണ്ട്. അതിനെന്ത് ചെയ്യുക? 20 കൊണ്ട് ഇൻറ്റു ചെയ്യുക. സമയം എത്ര കിട്ടും? 100 ലിറ്റർ എന്ന് കിട്ടും. ഓക്കെ, പറയാൻ ഇവിടെ ഇപ്പൊ 20 ഒരു ഭാഗം ഉണ്ട്. നമുക്ക് 20 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 20 കൊണ്ട് ഇൻറ്റു ചെയ്യണം അല്ലോ. ഓക്കെ, അപ്പൊ 20 ഒരു ഭാഗം എന്ന് പറയുമ്പോൾ 5 ലിറ്റർ ആണ്. ഇൻറ്റു 20 ചെയ്യാം. ഓക്കെ, അപ്പൊ 5 × 20 എത്ര? 100 ലിറ്റർ എന്ന് കിട്ടും ആണല്ലോ. ഒന്നിനും ഇങ്ങനെ ചെയ്യാം. അല്ലാതെ എന്ത് ചെയ്യാം? ഇവിടെ 5ൽ 4 ഭാഗം ഉണ്ടാകുന്നത് 4ൽ 3 ഭാഗം ഉണ്ട്. ഓക്കെ, അതായത് ക്രോസ് ചെയ്യാൻ പാടണമെങ്കിൽ ചെയ്ത് ഒരേപോലെ ആക്കി നോക്കുക. പറയട്ടോ. ഓക്കെ, 4 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ ഒരു താഴെ ഈ 4 കൊണ്ട് ഇൻറ്റു ചെയ്തായി 4 16 ബൈ 5 4 എത്ര? 20 മൈനസ് ഇവിടെ 4 3 ഇടയിൽ 5 കൊണ്ട് എന്ത് ചെയ്യാം? മൂന്നും താഴെ ഇൻറ്റു ചെയ്യാം. ഓക്കെ, 5 × 15 മൈനസ് 4 5 എത്ര? 20. ഇവിടെ 20 16 ഉണ്ട്. ഇവിടെ 20 15 ഉണ്ട്. കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 20 1 കിട്ടും. ഓക്കെ, ഇതന്നെ കിട്ടും. ഒന്നിൽ ക്രോസ് ചെയ്യുക അല്ലെങ്കിൽ ചെയ്തപ്പോൾ ചെയ്യാം. പറഞ്ഞോ. ഓക്കെ, അപ്പൊ എന്തായാലും 20 1 കിട്ടും. അപ്പൊ ഈ 20 ഒരു ഭാഗം 5 ലിറ്റർ. ഓക്കെ, അപ്പൊ 20 കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 5 × 20 ചെയ്യാം. ഓക്കെ, 100 കിട്ടും. അടുത്ത ചോദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 76 ക്വസ്റ്റ്യൻ ആണ്. പേനയെ പെൻസിൽ എന്നും പെൻസിലിനെ ചോക്ക് എന്നും ചോക്കിനെ സ്ലേറ്റ് എന്നും സ്ലേറ്റിനെ പേപ്പർ എന്നും സൂചിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എഴുതാൻ ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചുള്ളൂ. ഓക്കെ, നമ്മൾ സാധാരണ ഏറ്റവും കൂടുതൽ എഴുതാൻ പേനാണല്ലോ. ഓക്കെ, അപ്പൊ പേനയെ എന്തായിട്ട് ഇവിടെ പെൻസിലായിട്ടല്ലേ സൂചിപ്പിച്ചുള്ളത്? ആൻസർ എന്തുടാ? പെൻസിൽ. ഓക്കെ, അവിടെ വേറെ നോക്കാനില്ല. ഓക്കെ, നമ്മൾ ഏറ്റവും കൂടുതൽ എഴുതാൻ ഉപയോഗിക്കുന്നത് എന്താണ് ചോദിച്ചിട്ടുള്ളത്? പേനയുടെ എഴുതുന്നത് അല്ലോ. അപ്പൊ പേനയെ ഇവിടെ പെൻസിലായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്ത്? ആൻസർ പെൻസിൽ. ഓക്കെ, അടുത്ത ചോദ്യം. 0 7 26 65 124 215 അടുത്ത നമ്പർ ഏതാണ് ചോദ്യം. ഓക്കെ, 0 7 26 65 124 215 ഡാഷ്. ഇവിടെ എല്ലാം ക്യൂബിൽ നിന്ന് ഒന്ന് കുറയ്ക്കുന്നതും കൂട്ടുന്നതാണ്. നോക്കിയോ, ഇവിടെ 0 എന്ന് പറയുമ്പോ 1ന്റെ ക്യൂബ് -1 അല്ലേ? 1ന്റെ ക്യൂബ് 1 ആണ്, -1. ഓക്കെ, അത് 7 എന്ന് പറയുമ്പോ 7. 2ന്റെ ക്യൂബ് -1. ഓക്കെ, 2ന്റെ ക്യൂബ് 8 ആണ്. 8 എന്ന് കുറച്ച് 7 കിട്ടും. ഓക്കെ, അത് 26 എന്ന് പറയുമ്പോ അവിടെ 3ന്റെ ക്യൂബ് -1. ഓക്കെ, 3ന്റെ ക്യൂബ് 27 ആണ്, -1. അടുത്ത് ശ്രദ്ധിക്കുക, 4ന്റെ ക്യൂബ് +1 ആണ് ഉള്ളത്. ഓക്കെ, 4ന്റെ ക്യൂബ് 64 ഉണ്ട്, +1. ഓക്കെ, 65. ഓക്കെ, അവിടെ അതെന്ത് പ്ലസ് ചെയ്തു. ഓക്കെ, ആദ്യം 3 എന്ത് ചെയ്തു? ക്യൂബ് എടുത്തു, ഒന്ന് മൈനസ് ചെയ്തു. അടുത്ത് ക്യൂബ് എടുത്തു, ഒന്ന് പ്ലസ് ചെയ്തു. ഓക്കെ, അടുത്ത് പിന്നെ വീണ്ടും ചെയ്തു. 5ന്റെ ക്യൂബ് -1 ആണ് എന്താ? 124. ഓക്കെ, അടുത്ത 6ന്റെ ക്യൂബ് -1 ആണ് എന്ത്? 215.
ആദ്യം 3 എടുത്തു, നാലാമത്തെ ക്യൂബ് പ്ലസ് 0 ഓക്കെ. അടുത്ത് പിന്നെയും 3 നോക്കണമല്ലോ ഓക്കെ. അടുത്തപ്പോ ഇവിടെ 6 എടുത്തു, അടുത്ത് എന്ത് ചെയ്യുക, 7 ക്യൂബ് എടുക്കുക ഓക്കെ. 7 ക്യൂബ് എടുക്കുക ഓക്കെ. 7 ക്യൂബിൽ എന്ത് ചെയ്യണം, ഒന്ന് മൈനസ് ചെയ്യണം എന്നല്ലോ ഓക്കെ. 7 ക്യൂബിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്യാം ഓക്കെ. ഇവിടെ ഇടയ്ക്ക് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, പ്ലസ് വരുന്നുള്ളൂ പറയണ്ടോ ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാം, ഇവിടെ 7 ക്യൂബിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്യുക, 343 ആണ്. മൈനസ് 1 ചെയ്യുക, സമയത്ത് 342 കിട്ടും ഓക്കെ. 7 ക്യൂബിൽ എന്ത് ചെയ്യുക, ഒന്ന് മൈനസ് ചെയ്യുക, അത്ര ഓക്കെ. അടുത്ത ചോദ്യം, ABCDEF എന്നീ 6 പേർ പരസ്പരം അഭിമുഖമായിട്ട് വട്ടത്തിലിരിക്കുന്നു. എഫ് എന്നയാൾ ബിയുടെ ഇടത്ത് നിന്ന് മൂന്നാമതാണ്, എ എന്നാൽ സിയുടെ ഇടത്ത് നിന്ന് നാലാമതാണ്, ഡി എന്നാൽ സിക്കും എഫിനും ഇടയാന്ന് പറഞ്ഞു, പിന്നെ ഇ എന്നാൽ എക്കും എഫിനും ഇടയാന്ന് പറഞ്ഞു ഓക്കെ. എങ്കിൽ ഇയുടെ എതിർവശം ഇരിക്കുന്ന ആരെന്നാണ് ചോദ്യം ഓക്കെ. നോടാ, ഞാൻ ആദ്യം പറയുന്നത് എഫ് എന്നയാള് ബിയുടെ ഇടത്ത് നിന്ന് മൂന്നാമതെന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പൊ ബി ഇവിടെ വയ്ക്കാണ്, ഇവിടെ ഫിക്സ് വെക്കണം ഓക്കെ. അപ്പൊ ബിയുടെ ഇടത്ത് നിന്ന് മൂന്നാമതാണത് എഫ് എന്ന് പറയുന്നല്ലോ ഓക്കെ. ബിയുടെ ഇടത്ത് നിന്ന് മൂന്നാമതെന്ന് പറയുമ്പോൾ 1 2 3 ഓക്കെ. ഇവിടെ ആര് വരും, എഫ് വരാം ആണല്ലോ ഓക്കെ. അപ്പോ എ എന്നാൽ സിയുടെ ഇടത്ത് നിന്ന് നാലാമതാണെന്ന് പറഞ്ഞു ഓക്കെ. എ എന്നാൽ സിയുടെ ഇടത്ത് നിന്ന് നാലാമതാണെന്ന് പറഞ്ഞു ഓക്കെ. പക്ഷെ നമുക്ക് എന്ത് അറിയില്ല, അറിയത്തില്ല ഓക്കെ. അത് എയും സി എവിടെ വരുന്നതെന്ന് അറിയത്തില്ല ഓക്കെ. അത് തുറന്ന് വായിക്കാം. ഡി എന്നയാൾ അത് സിക്കും എഫിനും ഇടയിലാണ് പറഞ്ഞു ഓക്കെ. ഡി എന്നയാൾ സിക്കും എഫിനും ഇടയിലാണ് പറഞ്ഞല്ലോ ഓക്കെ. അപ്പോ ഡി എന്ന് പറയുമ്പോൾ സിക്കും എഫിനും ഇടയിലല്ലേ. അപ്പൊ എഫ് ഇവിടെ ഉണ്ടല്ലോ ഓക്കെ. അപ്പൊ ഒന്നിൽ സി ഇവിടെ വരാം, ഇവിടെ വരാം, അല്ലെങ്കിൽ ഇവിടെ വരാം, ഇവിടെ വരാം ആണല്ലോ. ഞാൻ രണ്ട് കണ്ടീഷൻ നോക്കിയാണ് ഓക്കെ. നമ്മുടെ ബി എഫ് എടുത്തു ഓക്കെ. അപ്പോ സി ഒന്നിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ ഇവിടെ വരാമല്ലോ. ഞാൻ ഇവിടെ സി കൊടുക്കുകയാണ് ഓക്കെ. അപ്പൊ ഡി എന്നയാൾ സിക്കും എഫിനും ഇടയിൽ എന്ന് പറയുമ്പോ ഇവിടെ സിയും ഇവിടെ എഫും വയ്ക്കുകയാണെങ്കിൽ ഡി ഇവിടെ വരുന്നല്ലോ ഓക്കെ. എന്നാൽ ഇതനുസരിച്ചാണെങ്കിലോ ഡി ഇവിടെ വരും, ഇവിടെ വരും ഓക്കെ. അപ്പൊ ഡി എന്ന് പറയുമ്പോൾ സിക്കും എഫിനും ഇടയിലാണെന്ന് പറയുന്നു ഓക്കെ. അത് എ എന്നയാൾ സിയുടെ ഇടത്ത് നിന്നും നാലാമതെന്ന് പറയുന്നു ഓക്കെ. എ എന്നയാൾ സിയുടെ ഇടത്ത് നിന്നും നാലാമത് എന്ന് പറയുമ്പോ ഇവിടെ സിയുടെ ഇടത്ത് 4 1 2 3 4 ഓക്കെ. ഇവിടെ കുഴപ്പമില്ല. ഇവിടെ സിയുടെ ഇടത്ത് 4 നോക്കുമ്പോ 1 2 3 4 ഓക്കെ. അപ്പൊ സിയുടെ ഇവിടത്തെ ഈ ഒരു കണ്ടീഷനില് സിയുടെ ഇടത്ത് നാലാമത് എന്ന് പറയുമ്പോൾ ഇവിടെ ആരുണ്ട്, ഓൾറെഡി എഫ് ഉണ്ട് ഓക്കെ. അപ്പൊ എന്തല്ല ഈ കണ്ടീഷൻ വരത്തില്ലല്ലോ ഓക്കെ. സി ഉറപ്പായിട്ടും എന്തായിരിക്കും, ഇവിടെ ആയിരിക്കും ഓക്കെ. അപ്പൊ സിയുടെ ഇടത്ത് നാലാമതാണ് ആര്, ഇവിടെ എ എന്ന് പറയുന്നല്ലോ ഓക്കെ. അപ്പൊ ഇടത്ത് നാലാമത് നോക്കുമ്പോ 1 2 3 4 ഓക്കെ. ഇവിടെ ആര് വന്നു, എ വന്നു ഓക്കെ. ഇനി എന്താ പറഞ്ഞാ, ഇ എന്നയാൾ എക്കും എഫിനും ഇടയിൽ എന്ന് പറഞ്ഞത് ആണല്ലോ. അപ്പോ എ അവിടെ ഉണ്ട്, എഫ് ഉണ്ട് ഓക്കെ. അതിനിടയ്ക്കാണ് ഇ എന്ന് പറയുന്നത്. അങ്ങനെ ചോദിച്ചുള്ളത് ഇയുടെ എതിർവശത്ത് ഇരിക്കുന്ന ആരാണ് ഓക്കെ. അപ്പൊ ഇയുടെ എതിർവശത്ത് ആരാണോ നോക്കിയോ, സി അല്ലേ ഓക്കെ. അപ്പൊ ആൻസർ നോടാ, ആൻസർ സി ആണ് ഓക്കെ. അപ്പൊ ഈയുടെ എതിർവശിക്കുന്നത് സി ആണ് ഓക്കെ. അപ്പൊ അതെല്ലാം എന്ത് ചെയ്യാം, ഇവിടെ രണ്ട് കണ്ടീഷൻ പറയുമ്പോൾ ഒന്ന് വരച്ചു നോക്കാം, രണ്ടും പറയണ്ടോ ഓക്കെ. എളുപ്പമാണ് ഓക്കെ. അടുത്ത ചോദ്യം 7 9 11 13 ഓക്കെ. ഇതില് ഒറ്റപ്പെട്ട സംഖ്യ ഒറ്റ ഏതാണ് ചോദ്യം ഓക്കെ. 7 9 11 13 ഇതിൽ ഒറ്റപ്പെട്ട സംഖ്യ എന്നാണ് ചോദ്യം ഓക്കെ. ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, 9 ആണ് ഓക്കെ. 9 കാരണം എന്താ, ബാക്കിയുള്ള 7 11 13 ഇതെല്ലാം എന്തോ സംഖ്യകളാണ്, അഭാജ്യ സംഖ്യകളാണ് ഓക്കെ. അഭാജ്യ സംഖ്യകൾ ഓക്കെ. എന്താണ് അഭാജ്യ സംഖ്യ എന്ന് വെച്ചാൽ ഈ സംഖ്യകൾ ഒന്നുകൊണ്ടും ഈ സംഖ്യയോട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഹരിക്കാൻ പറ്റത്തുള്ളൂ. വേറെ ഒരു സംഖ്യ കൊണ്ട് എന്തുമില്ല ഈ സംഖ്യ ഹരിക്കാൻ പറ്റത്തില്ല ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള സംഖ്യ എന്താ, അഭാജ്യ സംഖ്യകൾ. ഇവിടെ 9 എന്ന് പറയുമ്പോൾ 3 കൊണ്ടൊക്കെ എന്ത് പറ്റും, ഹരിക്കാൻ പറ്റും ഓക്കെ. ഓർമ്മിക്കാം. അഭാജ്യ സംഖ്യകളെ കുറിച്ച് പറഞ്ഞെങ്കിൽ 2 3 5 7 11 13 17 എക്സെട്ര ഇങ്ങനെ പോകും ഓക്കെ. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയാണ് 2 എന്ന് പറയുന്നത് ഓക്കെ. അല്ല ഒരേ ഒരു ഇരട്ട സംഖ്യയുടെ അഭാജ്യ സംഖ്യയാണ് 2 എന്ന് പറയുന്നത് ഓക്കെ. ഇവിടെ പ്ലസിന് പകരം ഹരണവും, ഹരണത്തിന് പകരം ന്യൂനവും, ന്യൂനത്തിന് പകരം ഗുണനവും, അടുത്ത ഗുണനത്തിന് പകരം പ്ലസ് തന്നിട്ടുണ്ട് ഓക്കെ. ഓരോ ചിഹ്നത്തിനും പകരം വേറെ ചിഹ്നം തന്നിട്ടുണ്ട് ഓക്കെ. ഇവിടെ ചോദിച്ചത് 48 + 16/4 - 2 8 ചോദിച്ചിട്ടുള്ളത് ഓക്കെ. ഈ ചിഹ്നത്തിന് പകരം ചെയ്യാം, അത് ഈ ദിവസം ഈ ചിഹ്നത്തിന് പകരം എന്ത് ചെയ്യണം, നമുക്ക് ഈ ചിഹ്നങ്ങൾ കൊടുക്കണം ഓക്കെ. അപ്പൊ നമ്മൾ അത് എടുത്ത് എഴുതാം ഓക്കെ. 48 ആദ്യം ഇവിടെ പ്ലസ് അല്ല കിടക്കുന്നത് ആണല്ലോ. പ്ലസിന് പകരം എന്താണ് ഇവിടെ ഹരണമാണല്ലോ. അപ്പൊ 48 ഹരണം ഭാഗം 16. അടുത്ത് നോക്കുക
ഇവിടെ ബൈ 4 അല്ലേ, ഇവിടെ ഹരണമാണ് അല്ലോ, ഹരണത്തിൽ പോയപ്പോ എന്ത് കൊടുക്കുക, മൈനസ് കൊടുക്കുക, -4. അടുത്തോ ഇവിടെ -2 ആണ്, മൈനസ് കൊടുക്കുക, ഇൻറ്റു കൊടുക്കുക, ഇൻറ്റു 2. അടുത്ത് ഇൻറ്റു 8 അല്ലേ, അപ്പൊ ഇൻറ്റു പകരം കൊടുക്കുക, ഇവിടെ ഗുണനത്തെ പകരം എന്ത് ചെയ്യാം, പ്ലസ് ചെയ്യാം. പ്ലസ് 8. ഇനി ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ബോട്ട്മാസ് റൂള് ഓർമ്മിക്കുക. ബോട്ട്മാസ്. ബി എന്ന് പറയുമ്പോ ബ്രാക്കറ്റ് ആണ്, ബ്രാക്കറ്റ്. ഓ എന്ന് പറയുമ്പോ ഓഫ് ആണ്. ഇത് ഡിവിഷൻ, ഭാഗം. അടുത്തതോ മൾട്ടിപ്ലിക്കേഷൻ, അടുത്തതോ പ്ലസ്, അടുത്തത് മൈനസ്. ഈ ഓർഡർ പഠിച്ച് ചെയ്യുക. ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. പ്ലസ് ഹരണം, ഗുണനം, പിന്നെന്താ സങ്കലനം, രോഗമില്ല. പ്ലസ് മൈനസ്. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ബ്രാക്കറ്റിനകത്തോളം ആദ്യം ചെയ്യാം. ഇവിടെ ബ്രാക്കറ്റ് ഒന്നും ഇല്ലല്ലോ, അപ്പൊ ആദ്യം ഉള്ളതാ ഇവിടെ ഹരണം അല്ലേ, ഡിവൈഡ് അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, 42 ഭാഗം 16 എത്ര, 3. അപ്പൊ 3 ബാക്കി 4 × 2 പ്ലസ് 8 വരും. ഇനി അടുത്ത് നോക്കുക. ഇനി ബാക്കിയുള്ളതിൽ അടുത്ത ഓർഡറിൽ എന്താ ഇൻറ്റു ചെയ്യേണ്ടത് നല്ലോ. അപ്പൊ 4 × 2 ചെയ്യാം, 3 മൈനസ് 4 × 2 8 പ്ലസ് 8. ഇനി കൂട്ടുകാർക്ക് ചെയ്യാം. ഈക്വൽ അവിടെ മൈനസ് 8 ഉണ്ട്, പ്ലസ് 8 ഉണ്ട്. എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. എത്ര കിട്ടും, 3. അല്ലെ 8 മൈനസ് 8 0 അല്ലേ. അപ്പൊ ആൻസർ എന്ത് കിട്ടാ, 3 കിട്ടും. അവിടെ എളുപ്പമാണ്. ആ തന്നിട്ടുള്ള സിമ്പിൾ എന്ത് ചെയ്യാം, ഇതിന് പകരം കൊടുക്കുക ചെയ്യാം.